അതിൻ്റെ ഷോർട്ട് ഫോം അങ്ങനെ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുമാർ, പ്രൊഫഷണൽസ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുക? രോഗനിർണയം. ഇപ്പോൾ ഈ രോഗം ഉണ്ടോ, ഈ രോഗമില്ലേ, അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് DSM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പുസ്തകം. അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഓരോ വർഷം കൂടെ എന്തിങ്ങനെ ലേറ്റസ്റ്റ് റിവിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനിൽ ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ തന്നെ ഉണ്ട്. അതായത് ഒരു മാനസിക രോഗമാണ് എന്ത് ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ അഡിക്ഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് അഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ ഒരു അഡിക്ഷനാണ് എന്ത് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം, കുറച്ച് കണക്കുകൾ, കുറച്ച് പഠനങ്ങൾ നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കണക്കുകൾ നോക്കാം. അപ്പോൾ 89% of parents take responsibility for their child's cell phone usage. അതായത് 89% പാരൻസും തങ്ങളുടെ മക്കൾ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് സാധനങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചതിൽ നമുക്ക് അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗം കാരണമാണ് മക്കൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കുക. പിന്നെ ഒരു ഏകദേശം പാരൻസിൽ നടത്തിയ വേറൊരു സ്റ്റഡിയിൽ ഏകദേശം 46% പാരൻസും പറഞ്ഞത് ദേ ഫീൽ അഡിക്റ്റഡ് ടു ദിയർ മൊബൈൽ ഫോൺ. അതായത് അവർക്ക് തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്നാണ്. അതേപോലെ തന്നെ ടീനേജ് കുട്ടികളുടെ നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് അവർ ഓഫൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഓൺലൈൻ ഇൻ്ററാക്ഷനാണ് റാദർ ദാൻ ഓഫ്ലൈൻ ഇൻ്ററാക്ഷൻസ്. അതായത് ഇപ്പോൾ നമുക്കൊന്ന് എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ടീനേജേഴ്സിൻ്റെ മാത്രം പ്രശ്നമായിട്ടൊന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവല്ലോ. അപ്പോൾ വെയിറ്റിംഗ് പീരീഡിൽ മേ ബി 1 to 2 minutes നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും അവരുടെ ഫോണിലോട്ട് മാറില്ലേ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ഇൻ്ററാക്ഷൻസ് ആണ് റാദർ ദാൻ നമ്മൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഓഫ്ലൈൻ ഇൻ്ററാക്ഷൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്റ്റഡീസാണ്. ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം. അതായത് ഹെൽത്തി ഫോൺ അഡിക്ഷനും അഡിക്റ്റീവ് ഫോൺ യൂസേജും എന്താ പറയുക, നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അഡിക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഫോൺ ഉപയോഗം പൂർണ്ണമായിട്ട് അവരത് നിർത്തുകയാണോ വേണ്ടത്? അല്ല അല്ലേ. അതായത് അവിടെയാണ് ഈ ടൈറ്റിൽ പറയുന്ന പോലെ ഹെൽത്തി യൂസേജ് ഉണ്ട്, അഡിക്റ്റീവ് യൂസേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി സൈഡിന് കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാം, ആൻഡ് അഡിക്റ്റീവ് സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഹെൽത്തി ഫോൺ അതായത് ഹെൽത്തി യൂസേജ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ യൂസ് ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ടാവും. പഠിക്കാൻ, ലേണിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന മക്കളുണ്ടല്ലേ, ഈ അതായത് ടാബ് ഉപയോഗിച്ചിട്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ പാരൻസ് അവരോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് വീഡിയോ കോളൊക്കെ ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ അഡിക്റ്റീവ് ഫോൺ യൂസേജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കമ്പൽസീവ് ആയിരിക്കും. പർപ്പസ്ലെസ് സ്ക്രോളിങ്ങോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ ഒക്കെ. അതായത് ഇതിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലും കാണുക, എന്തെങ്കിലും ഗെയിം കളിക്കുക എന്നുള്ളൊരു സാധനമാണ് ഉണ്ടാവുക. പക്ഷെ റാദർ ഹെൽത്തി ആണെന്നുണ്ടെങ്കിലോ അവർക്കൊരു പർപ്പസ് ഉണ്ടാവും. ചിലപ്പോൾ പെയിൻ്റ് എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. എൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിലോ നല്ല മോള് അല്ലെങ്കിൽ മക്കൾ ഹെൽത്തി ഫോൺ യൂസേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 to 2 hours ഒക്കെ ഉപയോഗിക്കുള്ളൂ. 1-2 മണിക്കൂറൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അതും ദാറ്റ് ടു വിത്ത് ഗൈഡൻസ്. അതായത് ഒരു എൽഡറിൻ്റെ ഒരു ഗൈഡൻസ് പലപ്പോഴും ഉണ്ടാകും. എന്ത് കാണണം, എന്ത് കാണണ്ട എന്നുള്ള കാര്യത്തിലൊക്കെ പലപ്പോഴും എൽഡറിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടാകും. അത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ്. ആൻഡ് അഡിക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സസീവ് ആയിരിക്കും. അതായത് 1-2 മണിക്കൂറൊന്നുമല്ല, അല്ല അപ്പുറത്തേക്ക് അവർ ഫോൺ ഉപയോഗിക്കും. അതേപോലെ കൺട്രോൾ അല്ലേ, ഒരു ഹെൽത്തി യൂസേജ് ഉള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഫോൺ എന്താണ്, മക്കൾക്ക് പ്ലഷർ കൊടുക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഹാപ്പിനെസ് കൊടുക്കുന്നൊരു സാധനം നമ്മൾ എടുത്തു വെക്കുമ്പോൾ അവർക്കൊരു ചെറിയ സങ്കടം ഉണ്ടാവും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും അവരുടെ ഫോൺ ഉപയോഗം. പക്ഷേ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലോ അവരത് റെസിസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, ഫോൺ എടുത്ത് വെക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവും. അതേപോലെ ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതായത് അവർക്ക് പഠനം, ഫാമിലി ടൈമും ആൻഡ് കളിക്കുന്ന സമയം ഒക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കളിക്കുന്ന സമയത്ത് അവർ കളിക്കും, പഠിക്കുന്ന സമയത്ത് പഠിക്കും, ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഫോൺ ഉപയോഗിക്കും. പക്ഷേ അഡിക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം, ഫുഡ്, കളിക്കുന്ന സമയം ഇതൊക്കെ ഫോണായിട്ട് അവർ റീപ്ലേസ് ചെയ്യുന്നുള്ളതാണ്. ഇമോഷണൽ ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത്ര ഇമോഷണൽ ഇമ്പാക്റ്റ് ഒന്നും വരില്ല. പക്ഷേ അഡിക്റ്റീവ് ആണെന്നുണ്ടെങ്കിലോ മൂഡ് സ്വിങ്സ് വരാം, ഫോണില്ലാത്ത സമയത്ത് ആങ്സൈറ്റി വരാം,
ഡിപ്പെൻഡൻസി ഉണ്ടാവാം. അതായത് ഫോൺ ഉണ്ടാകുന്ന സമയത്ത് മാത്രം നല്ല പോലെയൊക്കെ ഇരിക്കുക, ഫോണ് ഇല്ലാതാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുക, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും. ആൻഡ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ, ഏജ് അപ്രോപ്രിയേറ്റ്, സൂപ്പർവൈസ്ഡ് കണ്ടന്റ് ആവും ഹെൽത്തി ഫോൺ യൂസേജിൽ ഉണ്ടാവുക. അതായത് പഠിക്കാനായിരിക്കും. ഇപ്പോൾ 2 വയസ്സല്ല, ഒരു 3 വയസ്സുള്ള ഒരാൾ കാണുന്ന വീഡിയോ അയാളുടെ വയസ്സിന്, അതായത് പ്രായത്തിനനുസരിച്ചുള്ള വീഡിയോസാണ്. പക്ഷേ അഡിക്റ്റീവ് ആണെന്നുണ്ടെങ്കിലോ അത് അൺമോണിറ്റേർഡ് ആവും, അല്ലേ, ഇൻഅപ്രോപ്രിയേറ്റ് ആവും. അതേപോലെ എൻഡ്ലെസ് സ്ക്രോളിങ്, അതായത് അവർക്ക് ഇപ്പോൾ 5 വയസ്സുകാരെ കാണുന്ന ഒരു സാധനം ആവില്ല 5 വയസ്സുകാരെ കാണുന്നുണ്ടാവുക. ഓക്കെ. അതേപോലെ ഉറക്കം വല്ലാണ്ട് എന്ത് ചെയ്യില്ല, ഹെൽത്തി യൂസേജ് ആണെന്നുണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ഉറക്കത്തിൻ്റെ സമയത്തൊക്കെ രാത്രി വൈകിട്ട് ഉറങ്ങുക എന്നുള്ളൊരു സാധനമൊക്കെ വരും. ഇത് കൂടുതലും അഡോളസൻസിലൊക്കെയാണ് കണ്ടുവരുന്നത്, അതായത് ഒരു കൗമാരക്കാര്യത്തിലാണ് കണ്ടുവരുന്നത്. പിന്നെ സോഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഫോൺ ഉപയോഗം കാരണം അവരുടെ സംസാരത്തിലോ കുട്ടികളുടെ ആയിട്ടുള്ള ഇൻ്ററാക്ഷനിലോ ഒന്നും അവർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ അഡിക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് അവർ ഒറ്റയ്ക്കാക്കും, അവർ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കും. അതേപോലെ വെർച്വൽ കോണ്ടാക്ട്സ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുന്നിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അവരോട് ഫോണിൽ സംസാരിക്കുന്നതാവും കുറച്ചും കൂടെ ഒരു താല്പര്യം ഉണ്ടാവുക മക്കൾക്ക്. ആൻഡ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെ മക്കൾക്ക് ഫോൺ കൊടുക്കാം എന്നുള്ളൊരു സാധനം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഒരു ഗൈഡ് ലൈൻസ് പോലെ, അതായത് ഇത്ര മുതൽ ഇത്ര വയസ്സ് വരെ ഇത്ര സമയം ഫോൺ കൊടുക്കാം, ഏതൊക്കെ കണ്ടന്റ് കൊടുക്കാം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കാം. അതായത് ഏകദേശം 1.5 വയസ്സ് വരെ മക്കൾക്ക് ഫോൺ കൊടുക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് എപ്പോൾ കൊടുക്കാം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാരൻസൊക്കെ അബ്രോഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫാമിലി മെമ്പറായിട്ടോ കെയർ ഗിവറായിട്ടോ ഒക്കെ ഒരു വീഡിയോ കോൾ നടത്താനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ അതായത് ഫോൺ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ 18 to 24 months, അതായത് 1.5 മുതൽ 2 വയസ്സ് വരെ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫോൺ കൊടുക്കാം. പക്ഷെ എന്താ കൊടുക്കേണ്ടത്, ഹൈ ക്വാളിറ്റി പ്രോഗ്രാമിങ്സും ആപ്സും ഒക്കെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ 2 വയസ്സ് വരെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് അവരെന്താണ് കാണുന്നത്, അവർക്ക് എന്തൊക്കെ കാണണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിച്ച് കൊടുക്കാം. അതായത് അവരെന്താണ് കാണുന്നത് ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഏകദേശം 2 വയസ്സ് വരെ. ഇനിയോ 2 മുതൽ 5 വയസ്സ് വരെ ദിവസത്തിൽ 1 മണിക്കൂറിലേക്ക് സ്ക്രീൻ ടൈം ചുരുക്കാം. ആൻഡ് അതും ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എത്ര സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കോണ്ടന്റിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോ ക്വാളിറ്റി കോണ്ടന്റ്, ഒരാവശ്യമില്ലാത്ത കാർട്ടൂൺസ് ഇങ്ങനെ 1-2 മണിക്കൂർ കുട്ടികൾ കാണുന്നതോട് കൂടിയിട്ട് അവർക്ക് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. റാദർ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അത് നെഗറ്റീവായിട്ടാവും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 2 മുതൽ 5 വയസ്സ് വരെ അവർക്ക് 1 മണിക്കൂറൊക്കെ ഫോൺ കൊടുക്കുക. 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ കൊടുക്കണ്ട, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. 10 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. അതും നല്ല ക്വാളിറ്റിയുള്ള ആപ്സും അല്ലെങ്കിൽ വീഡിയോ ഗെയിംസും മാത്രം കൊടുക്കാൻ നോക്കാം. പിന്നെ 6 വയസ്സ് മുതൽ വലുതാകുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് അവരെന്താ കാണുന്നതെന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് അത് അയാളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഭയങ്കര കൂടുതലാണ്. അതേപോലെ ബോഡി ഇമേജ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പ്രിൻസസ്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ബാർബി, സിൻഡ്രല്ല, ഫ്രോസൺ, അങ്ങനെ ഒരുപാട് പ്രിൻസസ്മാരുണ്ട് അല്ലേ. ഇവർക്കൊക്കെ ഒരു പ്രത്യേകത, ഒരു സിമിലർ സ്റ്റീരിയോടൈപ്സ് ഫോളോ ചെയ്യുന്ന ആളുകളല്ലേ ഇവരൊക്കെ. ഇവരുടെ സ്കിൻ കളർ, ഇവരുടെ സ്കിന്നിൻ്റെ ഷേപ്പ്, ഇവരുടെ ബോഡി ഷേപ്പ് എല്ലാം ഒരു സിമിലർ പാറ്റേണിലാവും. അപ്പോൾ നമ്മൾ തന്നെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മുടെ ചെറിയ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നീ തടിച്ചിട്ടാണ്, നീ കറുത്തിട്ടാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വി ഓഫൻ വണ്ടർ അല്ലേ, ഇതൊക്കെ ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇത് നമ്മളാരും പഠിപ്പിച്ച് കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതായത് ബാർബി പോലുള്ള കാർട്ടൂൺസ് ഇവർ ചില ഡയലോഗുകൾ ഉണ്ടാവാം അതിൽ, അപ്പോൾ അതിലൂടെ ആകും. അല്ലെങ്കിൽ ഡയലോഗുകൾ ഇല്ലെങ്കിലും എന്താ പറയുക, ഇങ്ങനെ ഡെയിലി ഇതിങ്ങനെ കാണുന്നത് കൊണ്ട് അവരിങ്ങനെ ഓക്കെ ഇത് നല്ലതാണ്, ഇങ്ങനെ മെലിഞ്ഞിരുന്ന് വെളുത്തിരുന്നാൽ നല്ലതാവും, അല്ലെങ്കിൽ അതിന് ബാക്കി എന്തോ മോശമാണ് എന്നുള്ളൊരു സാധനം അവരുടെ അറിയാണ്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ കൺസ്യൂമറിസം ആൻഡ് മെറ്റീരിയലിസം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാന ആൻഡ് റോമ എന്ന് പറഞ്ഞിട്ടുള്ള കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? ഡയാന ആൻഡ് റോമ കാർട്ടൂൺ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും, അവരുടെ വീട്, ആ ഒരു ക്യാരക്ടേഴ്സുള്ള ചെറിയ 2 കുട്ടികളാണ്. അവരുടെ വീട്ടിൽ ഭയങ്കര കുറേ ടോയ്സ് ഉണ്ട്. ആൻഡ് അതിൽ ബേസിക്കലി നിങ്ങളൊരു 5 മിനിറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുട്ടി എന്തെങ്കിലും കാര്യത്തിന് കരയുമ്പോൾ കുറച്ച് വിഷ്വൽ എഫക്ട്സ് ഇടും, അപ്പോൾ തന്നെ കുട്ടിക്ക് സാധനം കിട്ടും.
അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ടോയ്സിനോടുള്ള ഭയങ്കര അതായത് കുട്ടികൾക്ക് എന്തായാലും ടോയ്സിനോട് ഇഷ്ടമുണ്ടാവും, പക്ഷെ ഓവറായിട്ടുള്ള ഭയങ്കര താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ സ്ക്രീൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള കാർട്ടൂൺസ് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കാർട്ടൂൺസിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ കൊക്കോമെലനൊന്നും കാണാതെ വളരുന്ന ഒരു കുട്ടിയും ഉണ്ടാവില്ല. അപ്പം എൻ്റെ വീട്ടിലടക്കം കൊക്കോമെലൺ ഉണ്ട്. അപ്പോൾ ഈ കൊക്കോമെലണിനൊക്കെ അതായത് കാർട്ടൂൺസിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും അതായത് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളതും കൊക്കോമെലണിനാണ്. ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റുമാർ പ്രശ്നങ്ങൾ പറയുന്ന ഒരു കാർട്ടൂണുമാണ് കൊക്കോമെലൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് പറയാറുണ്ട് കൊക്കോമെലൺ കണ്ടിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട്, കൊക്കോമെലൺ കാണുന്ന സമയത്ത് റൈംസൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അതൊരു എക്സ്റ്റെൻഡ് വരെ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് താഴ്ന്ന സമയത്ത് ഈ ഓവർ സ്റ്റിമുലേഷനാണ് കൊക്കോമെലണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവർക്ക് ഇങ്ങനെ കിട്ടി അവർക്ക് പിന്നെ റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ഭയങ്കര ബോറിങ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബ്രെയിനിന് എന്തൊക്കെയാണ് സംഭവിക്കുക, അതായത് ഈ കൂടുതൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാമെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ബ്രെയിനിന്, അതായത് ബ്രെയിനിന് നമുക്കറിയാമല്ലേ, ചെറുതാകുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ മക്കൾ നമ്മളിങ്ങനെ ചെറുപ്പത്തിലാകുന്ന സമയത്താണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുക. ആദ്യത്തെ 5 മുതൽ 7 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വേഗത്തിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ബ്രെയിനിന് ആവശ്യം റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ഇൻ്ററാക്ഷൻസ്, അതായത് പാരൻസിനോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ നേരിട്ടുള്ള സംസാരം, കുട്ടികൾ കൂടിയിട്ടുള്ള ഔട്ട്ഡോർ കളികൾ, ഫുട്ബോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ നമ്മളെന്താ പറയുക റോൾ പ്ലേ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ കുട്ടികളുടെ ടോയ്സൊക്കെ എടുത്ത് അവരെന്നെ ഓരോ, ഇപ്പോൾ ഒരാൾ അമ്മയാവും, ഒരാൾ അച്ഛനാവും, ഒരാൾ കുട്ടിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കളികൾ, അപ്പം ഇതൊക്കെയാണ് ശരിക്കും കുട്ടികൾക്ക് ആവശ്യം. അപ്പോൾ ഇതിലൂടെയാണ് കുട്ടികളുടെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓഫ്ലൈൻ ഇൻ്ററാക്ഷൻസ് ഭയങ്കര ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ കുറേ സമയം സ്ക്രീൻ ടൈം ഉണ്ടാകുന്ന സമയത്ത് അവർ ഈ പാസീവ് ലേണിങ്ങിനെയും, അതായത് പേഷ്യൻസിൽ, അതായത് ഒരു ക്ഷമ ഉണ്ടാവില്ല, ക്ഷമ ഇല്ലാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരുടെ ബ്രെയിനിന് റീവയർ ചെയ്യപ്പെടും. അപ്പം ഒരു ലിമിറ്റ് വരെ സ്വാഭാവികമായിട്ടും സ്ക്രീന് പ്രശ്നമല്ല. അപ്പോൾ ടെക്നോളജി ഭയങ്കര മോശമാണെന്നൊന്നുമല്ല പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഏതൊരു കാര്യത്തിനും 2 സൈഡുള്ള പോലെ ടെക്നോളജിക്കൊന്നുണ്ട് 2 സൈഡുണ്ട്. അപ്പോൾ അതിൽ ഏത് സൈഡ് നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഷോർട്സൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഈ കാർട്ടൂൺസൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു പുസ്തകം വായിക്കാമെന്ന് വിചാരിക്കുക. പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മളെന്താ വായിക്കുക, നമ്മളൊരു സിംഹം ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു ആന വന്നു. ഈ ആന എങ്ങനെയാണ്, ആനയുടെ തുമ്പിക്കൈയുടെ നീളം, ആനയുടെ ചെവിയുടെ നീളം, ആനൻ്റെ വലുപ്പം അല്ലെങ്കിൽ സിംഹത്തിൻ്റെ വലുപ്പം ഒക്കെ ആരാ ഡിസൈഡ് ചെയ്യുന്നത്, ഒക്കെ ആരാ ആലോചിച്ചുണ്ടാക്കുന്നത്, നമ്മളാണ് അല്ലേ. പക്ഷെ നമുക്കൊരു സാധനം ഇങ്ങനെ കാർട്ടൂണിൽ പ്രസൻറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമ്മളൊന്നും ആലോചിക്കുന്നില്ല, നമ്മൾ ബ്രെയിൻ അത്രയും എഫേർട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഒരു മടിയന്മാരായിട്ട് മാറും നമ്മൾ വലുതാകുമ്പോൾ. അതേപോലെ തന്നെ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ട്. ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ പ്ലഷർ കൊടുക്കും, അതായത് ഹാപ്പിനെസ് കൊടുക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ കോക്കോമെലൺ അല്ലെങ്കിൽ ഈ സ്ക്രീനൊക്കെ കിട്ടുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഫോൺ ഇല്ലാണ്ടാകുന്ന സമയത്ത് പിന്നെ അവർക്ക് ഒന്നിനും ഹാപ്പിനെസ് കിട്ടാണ്ട് വരും. അതേപോലെ തന്നെ അഡിക്ഷനിലോട്ടും ലീഡ് ചെയ്യും. അതായത് കുറച്ച് കഴിയുന്ന സമയത്ത് കൂടുതൽ ഹാപ്പിനെസ് വേണം, അത് കുറച്ചുകൂടെ സമയം അവർ സ്ക്രോൾ ചെയ്യും. അത് നമുക്ക് അഡൾട്ട്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അല്ലേ. അതേപോലെ തന്നെ അറ്റൻഷൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കൊക്കോമെലൻ്റെ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് ഫ്ലാഷ് കട്ട്സ് ഉണ്ടാവും, വിഷ്വൽ എഫക്ട്സ് ഉണ്ടാവും, ഇവിടുന്ന് കുറേ ഒച്ചകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് കുട്ടിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ, അതായത് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കാനുള്ളൊരു കഴിവിനെ ഇതിങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ഓവർ സ്റ്റിമുലൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പസിൽസൊക്കെ കൊടുക്കുന്ന സമയത്ത്, പസിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെസ്സ് കളിക്കാൻ പറയുന്ന സമയത്ത്, വായിക്കാൻ പറയുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര ബോറിംഗ് ആവും. കാരണം ഇപ്പോൾ നമ്മളറിയാലോ, വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക അല്ലെങ്കിൽ ഒന്ന് കാമാവണം, നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആവണം. ചെസ്സ് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സുഡോക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ
ഭയങ്കര ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യും. ഓക്കെ. ആൻഡ് ഇതെന്താണ് ഇമ്പൾസ് കൺട്രോൾ ഇഷ്യൂസിലേക്ക്, അതായത് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ അവർ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്ത്, ലാംഗ്വേജിലും ലൈക്ക് അവർക്ക് ഓഫ്ലൈൻ ഇൻറ്ററാക്ഷൻസ് അവർക്ക് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളെങ്ങനെയാണ് മലയാളം പഠിച്ചത്? നമ്മൾ മലയാളം പഠിച്ചത് ബേസിക്കലി നമ്മൾ ഗ്രാമർ ക്ലാസ്സിനോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടൊന്നുമല്ല. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? സംസാരിച്ചിട്ടല്ലേ. സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ പുതിയ പുതിയ വാക്കുകളായിട്ട് നമ്മൾ പരിചയപ്പെട്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്തത്. അപ്പോൾ ഈ ഓഫ്ലൈൻ ഇൻട്രാക്ഷൻസ് ഭയങ്കര കുറവുള്ളൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വൊക്കാബുലറി ഉണ്ടാവില്ല, അതായത് വാക്കുകൾ ഉണ്ടാവില്ല. വാക്കുകളില്ലാത്ത സമയത്ത് അവർക്ക് പറയാനും ബുദ്ധിമുട്ട് വരും. എങ്ങനെയാണ് ഒരു കാര്യം പറയേണ്ടത്, അതിന് എന്ത് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് എന്താണ്, അതായത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, മിണ്ടാണ്ട് നിൽക്കും. കുറേ കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ മിണ്ടാണ്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെയും എന്ത് ചെയ്യും, എക്സസീവായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു ലിമിറ്റ് വരെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ലിമിറ്റ് വരെ സ്ക്രീൻ ടൈം കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇതിനെ എഫക്റ്റ്, അതായത് നമ്മുടെ ബ്രെയിനൊക്കെ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് ഭയങ്കര നെസസറിയാണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, അതായത് ഇമോഷണൽ റെഗുലേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിപ്പെൻഡൻസി, അതായത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത് ഫോൺ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി കാമാവുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുട്ടി കരയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, വീണ്ടും ഫോൺ കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഇങ്ങനെ ഇപ്പോൾ നമുക്കറിയാം ഷോർട്സ് കാണുന്ന സമയത്ത് ആദ്യം ഒരു എഡ്യൂക്കേഷണൽ കോണ്ടന്റാണ്, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്താവും ഒരാൾ കരയുന്ന സാധനം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കാർട്ടൂണാവും. അപ്പോൾ കുട്ടി എന്നല്ല, കുട്ടിയുടെ ഇമോഷൻസ് ഒന്നിലും ഫോക്കസ് അല്ല, കുട്ടിയുടെ ഇമോഷൻസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതന്നെ റിയൽ ലൈഫിൽ വരും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി ചിലപ്പോൾ ഓക്കെ പെട്ടെന്ന് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു വിഷ്വൽ ആൻഡ് സെൻസറി പ്രോസസ്സിങ്. ഇപ്പം ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കാർട്ടൂണിലൊക്കെ ഇങ്ങനെ കുറേ കളേഴ്സും കുറേ വിഷ്വൽ എഫക്ട്സ് ഒക്കെ കണ്ടുള്ള ഒരാൾക്ക് റിയൽ ലൈഫിലൊരു സാധനം കാണുന്ന സമയത്ത് അത്ര എക്സൈറ്റിംഗ് ആവില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിലല്ല, അതിപ്പോൾ ഇങ്ങനെ കാർട്ടൂൺ ഭയങ്കര വിഷ്വൽ എഫക്ട്സ് ഉള്ളൊരു കാർട്ടൂണിൽ ഒരു പാട്ട് പഠിച്ച ഒരാൾ, ABCD പഠിച്ച ഒരാൾ നേരെ LKG ക്ലാസ്സിൽ പോയിട്ട് ABCD പഠിപ്പിക്കുന്ന സമയത്ത് അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ക്ലാസ് ടീച്ചർ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അവരിങ്ങനെ പഠിപ്പിക്കണം. അപ്പോൾ ഇവർക്ക് അവർക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇനി ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര പേടിയുണ്ടാവും, നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് കണ്ടൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ പറയുക, ഇപ്പോൾ കൊക്കോമെലണിന് പകരം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാർട്ടൂൺസ്. പക്ഷേ ഈ കാർട്ടൂൺസൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാർട്ടൂൺ കുഴപ്പമില്ലല്ലോ, അപ്പോൾ കുട്ടി കണ്ടോട്ടെ എന്ന് വിചാരിക്കല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പാസീവ് വാച്ചിങ്, അതായത് പാസീവ് ലേണിങ് കുട്ടിക്ക് മോശം തന്നെ. ഇപ്പോൾ ബ്ലൂയി എന്ന് പറഞ്ഞ കാർട്ടൂൺസ്, അതേപോലെ ഡാനിയൽ ടൈഗേഴ്സ് നെയ്ബർഹുഡ്, ഇതിലൊക്കെ കുറേ ഡയലോഗ്സ് ഉണ്ട്. കുട്ടികളോട് ഇങ്ങനെ ഇൻ്ററാക്റ്റീവായിട്ട് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്തൊക്കെ കുട്ടി അതിന് റിപ്ലൈ കൊടുത്ത്, കുട്ടി അതിനെ ഇങ്ങനെ റിയാക്ട് ചെയ്ത്, കുട്ടി സംസാരിച്ച് അങ്ങനെയൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓക്കെയാണ്. പിന്നെ എന്തുകൊണ്ട് കൊക്കോമെലനൊക്കെ മാറി ബ്ലൂയി, അതേപോലെ ഡാനിയൽ ടൈഗേഴ്സ് നെയ്ബർഹുഡൊക്കെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓവർ സ്റ്റിമുലേറ്റിംഗ് അല്ല. അതായത് അതിൽ കളേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിലൊരാളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്റ്റില്ലാണ്, അല്ല ആ കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇത് അത്രയും സ്റ്റിമുലേഷൻ്റെ ബ്രെയിനിന് കൊടുക്കുന്നില്ല. വിഷ്വൽ എഫക്ട്സ് ആയാലും ഭയങ്കര കളറൊന്നും ഉപയോഗിച്ചിട്ടല്ല ഈ കാർട്ടൂൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 കാർട്ടൂൺസ് ലിസ്റ്റ് ചെയ്യാനുള്ള കാരണം. ആൻഡ് ഇനിയും കുറച്ച് കാർട്ടൂൺസ് ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമ്മളതെന്ത് ചെയ്യാം, സെഷൻ കഴിഞ്ഞിട്ട് ഗ്രൂപ്പ്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്യാം. ബട്ട് സ്റ്റിൽ ഓർക്കുക, ഒരു ലിമിറ്റിനപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ കാർട്ടൂൺസ് കുട്ടികൾക്ക് മോശം തന്നെ വരത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ മോശം കാർട്ടൂൺസ് കാണുന്നതിനേക്കാൾ നല്ലത് കാണുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എഡ്യൂക്കേഷണൽ കണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ,
കുറേ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ യൂട്യൂബിലുണ്ട്, ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യുന്നത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി ചെയ്യുന്നത്. അപ്പം ഒരു 8ൽ 9ൽ അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ് മുതൽ മോളിൽ തന്നെ അവരുടെ കെമിസ്ട്രിയുടെ എക്സ്പെരിമെൻറ്റ്സ്, മാത്സിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യുന്ന എന്താ പറയുക യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ലേണിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ സ്ക്രീൻ ടൈം ഉപയോഗപ്പെടുത്തുക. പിന്നെ നാഷണൽ ജോഗ്രഫിക്ക് അല്ലെങ്കിൽ BBC പോലുള്ള BBC ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, എന്താ ഒരു കാടിനുള്ളിൽ പോയിട്ട് അവിടുത്തെ മൃഗങ്ങളും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര സ്ലോ പേസ്ഡ് ആവും, ഒരു സിനിമ കാണുന്ന ഡോക്യുമെൻ്ററി ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാനിൻ്റെ ഇഷ്യൂസൊക്കെ വരാൻ കുറവാകും. പിന്നെ അത്ര പേടിയില്ലാത്ത ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ, ഇപ്പോൾ പെൻഗ്വിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ സ്റ്റോറീസ് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ഓൺലൈൻ സ്റ്റോറീസ് അല്ലെങ്കിൽ യൂട്യൂബിൽ സ്റ്റോറീസ് പ്രിഫർ ചെയ്യില്ല. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ സ്ലോ പേസ്ഡ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്ന ചില പുസ്തകങ്ങളൊക്കെ, രാജകുമാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞു പുസ്തകങ്ങളുണ്ട്, 20 രൂപയുടെ 30 രൂപയുടെ ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂട്യൂബിൽ വേർഷൻസ് അപ്ലോഡ്, വായിക്കുന്നതും കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ സ്റ്റിൽ എന്ത് ചെയ്യാം, കഥകളൊക്കെ കേൾപ്പിച്ച് കൊടുക്കാം, ആവശ്യമുള്ള കഥകൾ സെർച്ച് ചെയ്തിട്ട് അവർക്കത് കേൾപ്പിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഓൺലൈൻ ലോജിക് ഗെയിംസ്, ഇപ്പോൾ മാത്ത് പ്ലേ ഗ്രൗണ്ട്, ബ്രെയിനിൽ ലൂമോസിറ്റി പറഞ്ഞിട്ടുള്ള, അതായത് കുട്ടികളുടെ ലോജിക്കൽ ആൻഡ് റീസണിങ് സ്കിൽസ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗെയിംസ് എന്താണ് നമ്മുടെ ഫോണുകളിൽ അവൈലബിൾ ആണ്. ചെസ്സ്, സുഡോക്കു പോലുള്ള ഗെയിംസൊക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കൊടുത്തു. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഒന്ന് സെറ്റ് ടൈം ലിമിറ്റ്സ് ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റ്സ് വെക്കാം. യൂട്യൂബിന് നമ്മൾ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെക്കാളും ബിരുദന്മാരല്ലേ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ. അപ്പോൾ ഇവർക്ക് അറിയാം ഇതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ iOS ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇത് തപ്പിയാലൊന്നും കാണില്ല, ഫോണിന് സെർച്ച് ബാർ എടുത്ത് സെർച്ച് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതായത് പ്രോപ്പറായിട്ട് കുട്ടീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിനക്ക് 1 മണിക്കൂറാവും ദിവസം ഫോൺ തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ 1/2 മണിക്കൂറാണ്. ആ 1/2 മണിക്കൂറിന് അതേപോലെ ഒരു സ്ട്രെച്ചിൽ കൊടുക്കാണ്ടിരിക്കുക, അന്ന് ബ്രേക്ക് ചെയ്യുക. ഒരു 1/2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്, ഇപ്പോൾ 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ആ ഫോൺ എടുത്ത് വെക്കാനും അവർ പഠിപ്പിക്കുക. ഫോൺ ഇപ്പോൾ ഒരു 10 മണിക്ക് നിനക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞാൽ അവർ 10 മണിക്ക് ഫോൺ എടുത്തു, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെക്കാനും, അല്ലെങ്കിൽ ഒരു അലാം സെറ്റ് ചെയ്യുക. അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരത് ഫോണ് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെ അതായത് ഒരു എടുക്കുന്നതും അതേപോലെ തിരിച്ചു വെക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് നമ്മൾ ടൈം ലിമിറ്റ് വെക്കുക. ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആവുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു കാലത്ത് നമ്മുടെ ഫോണിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം സെറ്റിങ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാറ്റി വെക്കാം. അതേപോലെ മോണിറ്റർ വാട്ട് ദേ ആർ വാച്ചിങ്. ഇതിങ്ങനെ പോയിട്ട് കുട്ടികളോട് നീ എന്താ കാണുന്നത് നിൻ്റെ യൂട്യൂബിലെ ഹിസ്റ്ററി എടുത്ത് നോക്കുക, ഇതല്ല ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ എന്ത് ചെയ്യും, പാരൻസിനോടൊരു മിസ്ട്രസ്റ്റ് ഉണ്ടാക്കും. അതായത് ഈ പാരൻസിന് എന്നെ വിശ്വാസമില്ല എന്നുള്ളൊരു ഫീലിങ്സിലോട്ട് നയിക്കും. പക്ഷെ റാദർ നമ്മൾ കാര്യമായിട്ട് കുട്ടീനോടും കൂടെ സംസാരിച്ചിട്ട് എന്താ കാണുന്നത്, കുറച്ചുകൂടെ ഒരു തമാശ രൂപത്തിൽ കുറച്ചുകൂടെ അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കാം, എന്താ കാണുന്നത്, ഞാനും കൂടി കാണട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ മോശം കാർട്ടൂണോ, അപ്പോൾ ഈ കാർട്ടൂൺ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ കാർട്ടൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ മാക്സിമം ഇങ്ങനെയാണ് നമ്മളിങ്ങനെ മാറ്റി എന്ത് ചെയ്യുക, അവരോട് ചോദിച്ചിട്ട് അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു മോണിറ്ററിങ്ങിലൂടെ എന്ത് ചെയ്യുക, അവരെന്താണ് കാണുന്നതെന്ന് നമ്മൾ മോണിറ്റർ ചെയ്ത് നമ്മളും കൂടെ അറിയാം അവരെന്താണ് കാണുന്നത് എന്നുള്ള സംഗതി. പിന്നെ ഡിസ്കസ് സൈഡ് എഫക്ട്സ് വിത്ത് ചെറിയ മക്കൾക്കൊന്നും ഇപ്പോൾ നമ്മൾ നിൻ്റെ ബ്രെയിനിന് ഇങ്ങനെ വരും, നിൻ്റെ ബ്രെയിൻ എനിക്കിങ്ങനെ സോഷ്യൽ ഇൻറ്ററാക്ഷനിൽ ബുദ്ധിമുട്ട് വരും, ഇമോഷണൽ കൺട്രോളിൽ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല, അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ കുറച്ച് വലിയ മക്കളാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതായത് ഇപ്പോൾ നിൻ്റെ ബ്രെയിൻ ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ്. ആൻഡ് പിന്നെ ഇനി ഈ കോണ്ടന്റ് കാണണ്ട, ഇത് കണ്ടോ, ഇത് കാണുന്ന സമയത്ത് നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഈ ഗെയിം കളിക്കണ്ട, വേറെ ഗെയിം കളിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്തിട്ട് അവരോടും കൂടെ സെർച്ച് ചെയ്യാം. നീ കാണുന്നത് അല്ലെങ്കിൽ നീ ചെയ്യുന്നത് നിനക്ക് തന്നെ എന്താണ് മോശമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ മാറ്റുക എന്നുള്ളതാണ്.
അതായത് നേരത്തെ ഈ സെഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് അഡിക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫോണിലിട്ട് ഭയങ്കര ഗ്ലൂഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൽ, അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ കൊണ്ടുവരാൻ പാടില്ല ടേബിളിലോട്ട്. അങ്ങനെ ഒരു റൂള് നമ്മളും മക്കളും സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കില്ല, അതുകൊണ്ട് മക്കൾ ഉപയോഗിക്കില്ല. അതേപോലെ ഇപ്പോൾ രാത്രി ഇത്ര സമയം ബെഡ്റൂമിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യങ്ങൾ ഉണ്ടാവും, ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നു 1 hour നമ്മൾ ആരും ഫോൺ ഉപയോഗിക്കില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് നമ്മളും മാറാം, അതോടൊപ്പം അവരെയും കൂടെ മാറ്റാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ ഈ സെഷനിൽ പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്തു നിന്നുള്ള സാധനങ്ങൾ കേൾക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഗൂഗിൾ മീറ്റിൽ ഫാത്തിമത്ത ഉണ്ട്. ഫാത്തിമത്ത കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ആൻഡ് എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, അവർ ഡെഫിനറ്റ്ലി ഉത്തരം പറയുന്നുണ്ടാവും. സോ അത്രയാണ്. താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്റ്റ് പാരൻ്റായിട്ട് മാറുക അല്ലെങ്കിൽ പെർഫെക്റ്റ് മക്കളെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് നെഗറ്റീവ് സാധനങ്ങളുണ്ടല്ലേ, അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സെഷൻ്റെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ എനിക്കടക്കം ഫോൾസ് ഉണ്ട്. ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന രീതി, ഞാൻ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന രീതി ഒക്കെ എൻ്റെ ഇതിലും ഫോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഫോൾസിനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അതിനെ അക്നോളജ് ചെയ്ത് ഞാൻ അത് തിരുത്തിയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.